നരേന്ദ്രമോദിയെയും ആർഎസ്എസിനെയും കടന്നാക്രമിച്ചതായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ദ്വിദിന കേരള പര്യടനത്തിന് തുടക്കം കുറിച്ചത്. രാജ്യം ആർഎസ്എസിൽ നിന്ന് ഭീഷണി നേരിടുകയാണെന്ന് പറഞ്ഞ രാഹുൽ ഒരുമയുടെ സന്ദേശം നൽകാനാണ് കേരളത്തിൽ നിന്നുകൂടി മത്സരിക്കുന്നത് എന്നും പറഞ്ഞു. ഇടതുപക്ഷത്തിനെതിരെ ഒരു വിമർശനവും ഉന്നയിക്കാതെയാണ് രാഹുലിന്റെ പ്രസംഗം. രാവിലെ ശംഖുമുഖത്തെ സ്വകാര്യ റിസോർട്ടിൽ നിന്ന് ഹെലികോപ്റ്ററിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പത്തനാപുരത്തെ ആദ്യ പരിപാടിക്കെത്തിയത്. ആവേശം വാരിവിതറിയ പതിനായിരക്കണക്കിന് UDF പ്രവർത്തകർ തടിച്ചുകൂടിയ പത്തനാപുരത്തിന്റെ മണ്ണിലേക്കാണ് രാഹുൽ ഗാന്ധി ആദ്യം പറന്നിറങ്ങിയത്. നരേന്ദ്രമോദിയെയും ആർഎസ്എസിനെയും കടന്നാക്രമിച്ച പ്രസംഗം. Currently our country is under attack by the BJP and the RSS. They want to suppress all other voices other than their own. They believe that only one idea should rule India. കേരളത്തിന്റെ ഒരുമയെയും കോൺഗ്രസ് അധ്യക്ഷൻ പുകഴ്ത്തി. So Kerala has confidence inside it, and from that confidence comes your success. തുടർന്ന് പത്തനംതിട്ടയിലേക്ക്. അവിടെയും മോദിയുടെ ഭരണപരാജയങ്ങൾ എണ്ണി പറഞ്ഞു. Narendra Modi gave 35,000 crores to Nirav Modi, 35,000 crores to Mehul Choksi, 45,000 crores of debt to Mr. Anil Ambani, Vijay Mallya, Lalit Modi. These are the people where this money is going to come from. രണ്ട് പരിപാടികളിലും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച ശേഷമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മടങ്ങിയത്. CPM-നെ വിമർശിക്കില്ല എന്ന രാഹുലിന്റെ മുൻ നിലപാട് പോലെ തന്നെയായിരുന്നു പത്തനംതിട്ടയിലെയും പത്തനാപുരത്തെയും പ്രസംഗങ്ങൾ. അതേസമയം RSS-നെയും BJP-യെയും കടന്നാക്രമിക്കുകയും ചെയ്തു. ക്യാമറ പേഴ്സൺമാരായ അദീഷ് എംഡിക്കും ഷിജിത്ത് കണ്ണോമിനും റിപ്പോർട്ടർ യു ഷൈജുവിനുമൊപ്പം പത്തനംതിട്ടയിൽ നിന്നും അനന്തൂർ രാമചന്ദ്രൻ, മീഡിയ 1.